ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി സബ്ജക്റ്റിന്റെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലെ. 3 മണിക്കൂറാണ് ടോട്ടൽ നിങ്ങളുടെ എക്സാം വരുന്നത്. ടോട്ടൽ 100 മാർക്സിലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുക. അപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടോട്ടൽ 51 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. അതോടൊപ്പം എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, എത്രയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 20ാമത്തെ ക്വസ്റ്റ്യൻ വരെ 1 മാർക്കിന്റെ MCQ ആണ് വരുന്നത്. അതായത് ABCD എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഓപ്ഷൻസ് തരും. അതിൽ നിന്ന് നിങ്ങൾ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതിയാൽ മാത്രം മതി. അപ്പൊ 20 മാർക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിലും ശരിയായാൽ 10 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി 21 മുതൽ 35 വരെയും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പക്ഷെ 2 മാർക്കിന്റെ ആണ് വരുന്നത്. അപ്പൊ ആ ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സബ് ക്വസ്റ്റ്യൻ പോലെ ആയിരിക്കും ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ. ഇനി ഇവിടെ 36 മുതൽ 41 വരെ, അതായത് 36ാമത്തെ ചോദ്യം മുതൽ എന്താണ്, വെരി ഷോർട്ട് ആൻസർ, 1 or 2 സെന്റൻസിൽ ഉത്തരം എഴുതേണ്ട 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് 30 to 50 വേർഡ്സ് എന്നാണ് പറയുന്നത് 2 മാർക്കിന്റെ. ഇനി 50 to 80 വേർഡ്സ് വരുന്നത് 3 മാർക്കിന്റെ ചോദ്യങ്ങളും ഉണ്ട്. അതുപോലെ 48 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങൾ, അതായത് നിങ്ങൾക്ക് 5 മാർക്കിന് ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഒരു പുറത്തിൽ കവിയാതെ ആൻസർ എഴുതേണ്ട 5 മാർക്കിന്റെ ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. വളരെ കുറവാണ് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 80 മുതൽ 120 വേർഡ്സ് വരെ എഴുതണം എന്നാണ് പറയുന്നത്. ഏകദേശം ഒരു പേജ് നിങ്ങൾ മുഴുവനായിട്ട് എഴുതുക, ഒരു പുറം നിങ്ങൾ മുഴുവനായിട്ട് എഴുതുക. ഇനി 5 മാർക്കിന്റെ ഈ ഹിസ്റ്ററിയിൽ മാത്രം നിങ്ങൾക്ക് 5 മാർക്കിന്റെ എന്തുണ്ടാവും, മാപ്പിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അതായത് ഒരു ബ്ലാങ്ക് മാപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂടെ തരുന്നതായിരിക്കും. അതിൽ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. ആ ക്വസ്റ്റ്യൻസിലുള്ള സ്ഥലങ്ങളെയൊക്കെ മാപ്പിൽ അടയാളപ്പെടുത്തണം. സോ അതാണ് ആ ക്വസ്റ്റ്യൻ. അതിന് 5 മാർക്കാണ്. അതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾ 5 എണ്ണം മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ചോദ്യങ്ങൾ ഓരോന്നായിട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ ആദ്യത്തെ 20 ചോദ്യങ്ങൾ ഇതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കണ്ടോ, ABCD എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ സുംഗ ഡൈനാസ്റ്റി ഇൻ നോർത്ത് ഇന്ത്യ എന്നാണ് ആദ്യത്തെ ചോദ്യം. അത് എവിടെയാണ് എന്നുള്ളതാണ്. അപ്പം ഹു എക്സ്റ്റാബ്ലിഷ്ഡ്, ആര് എക്സ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ആരാണ് എന്നുള്ളത് നിങ്ങൾ ഇതിന് തെരഞ്ഞെടുത്ത് എഴുതുക. അതുപോലെ വെൻ ഡിഡ് അലക്സാണ്ടർ ഡൈ, എപ്പോഴാണ് അലക്സാണ്ടർ മരിച്ചത്. അപ്പൊ ഇവിടെ കുറച്ച് ഡേറ്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ശരിയായത് തെരഞ്ഞെടുത്ത് എഴുതുക. അപ്പൊ ഇതുപോലെയാണ് ഈ ഒരു ചോദ്യം ഉണ്ടാവുക. ഇതിപ്പം ചോദ്യ പേപ്പർ പാറ്റേൺ ഡിസ്കസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന ലൈവ് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ആ ഒരു ലൈവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ആ ലൈവിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഇടുന്ന സമയത്ത് കൃത്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പൊ 20 ചോദ്യങ്ങൾ, 20ാമത്തെ ചോദ്യം വരെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഇതിലും ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇതിൽ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, ഈ ചോദ്യം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതിയാലും മതി. ഓക്കെ, അപ്പം ഈ ഓർ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ 2 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യരുത്. ഏതെങ്കിലും ഒന്ന് മാത്രമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഓർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിലെ ഏതെങ്കിലും ഒന്ന് മാത്രം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, 20 ചോദ്യങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. 21ാമത്തെ ചോദ്യം മുതൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്നുള്ള രീതിയിൽ 2 മാർക്കിന്റെ ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഡ്യൂറിംഗ് ദ ഗുപ്ത പീരിയഡ് പ്രൊവിൻസസ് വേർ ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് ഡിസ്ട്രിക്ട്സ് കോൾഡ് ഡാഷ് ആൻഡ് പ്രിവലന്റ് ലാൻഡ് ടാക്സ് വാസ് കോൾഡ് ഡാഷ്. അതായത് ഇവിടെ 2 ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ട്. ഇത് രണ്ടും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഒന്ന് മാത്രമാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ 1 മാർക്ക് കിട്ടും. ഇങ്ങനെയാണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഇത്രയും ചോദ്യങ്ങൾ വരുന്നുണ്ട്, 2 മാർക്കിന്റെ ചോദ്യങ്ങൾ.
പിന്നെ വരുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ, ഓപ്ഷണൽ മൊഡ്യൂൾസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇവല്യൂഷൻ ഓഫ് സ്റ്റേറ്റും അതുപോലെ തന്നെ കൾച്ചർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന 2 മൊഡ്യൂൾസ് ആണ്. അപ്പോൾ ഓപ്ഷണൽ മൊഡ്യൂൾസ് എ പഠിച്ചവര് എയിൽ നിന്നുള്ള ചോദ്യം അറ്റൻഡ് ചെയ്യുക. അപ്പൊ ബിയിലുള്ള ചോദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതില്ല. ഇനി ബി ആണ് പഠിച്ചതെങ്കിൽ ബിയിൽ നിന്നുള്ള ചോദ്യം അറ്റൻഡ് ചെയ്യുക, എയിൽ നിന്നുള്ളത് അറ്റൻഡ് ചെയ്യേണ്ടതില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി. ഓപ്ഷണൽ മൊഡ്യൂൾസിൽ നിന്നുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക, 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ഒക്കെ. ദെൻ നിങ്ങൾക്ക് വരുന്നത് സെക്ഷൻ ബി ആണ്, അതായത് ഷോർട്ട് ആൻസർ എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന്റെ 1-2 വരികളിൽ ആൻസർ എഴുതേണ്ട ചോദ്യമാണ്. അതെങ്ങനെയാണ്? ലിസ്റ്റ് ദ 2 മേജർ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ദാറ്റ് വെർ കോമൺ ഇൻ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ളതാണ്. ഹാരപ്പൻ സിവിലൈസേഷനിൽ മേജർ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുള്ള ഏതൊക്കെ 2 ആക്ടിവിറ്റീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മേജർ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് ഹാരപ്പൻ സിവിലൈസേഷന്റെ കാലഘട്ടത്തിൽ എന്നുള്ളത് എഴുതാനാണ്. അപ്പൊ അത് 2 എണ്ണം നിങ്ങളൊരു 2 സെന്റൻസിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. സോ ഇതുപോലെയാണ് ഓർ ക്വസ്റ്റ്യൻസ് വന്നാൽ ഒന്നെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഇതോ എഴുതുക. ഇതാണ് എഴുതുന്നതെങ്കിൽ ഇതും എഴുതി വെക്കരുത്. അങ്ങനെ എഴുതി വെച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഓർ ക്വസ്റ്റ്യൻ ഉള്ളത് നോക്കിയിട്ട് ചെയ്യുക. ഇനി 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. 3 മാർക്കിന്റെ ചോദ്യങ്ങൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 മാർക്കിന്റെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും? സെയിം ക്വസ്റ്റ്യൻ പാറ്റേൺ ഒരുപോലെ ആയിരിക്കും. വൈ ഡിഡ് അലാവുദ്ദീൻ ഖിൽജി അഡോപ്റ്റ് ദ പോളിസി ഓഫ് മാർക്കറ്റ് കൺട്രോൾ? ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചാപ്റ്റർ വൈസ് റിവിഷൻ സെഷൻസിൽ പറയുന്നുണ്ട് അല്ലെ. അപ്പം ഇത് നിങ്ങൾ നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതുമ്പോൾ എത്ര വേർഡ്സിലാണ് എഴുതേണ്ടതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. മുകളില് അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതായത് ഒരു പേജിന്റെ പകുതി ഭാഗമെങ്കിലും നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട്. 3 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് 50 മുതൽ 80 വേർഡ്സ് വരെയാണ്. 80 മുതൽ 120 വേർഡ്സ് വരെയാണ് നിങ്ങൾ 5 മാർക്കിന്റെ ചോദ്യങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാവരും അത് മനസ്സിലാക്കി വെക്കുക. 5 മാർക്കിന്റെ ചോദ്യങ്ങൾ ഒരു പുറം കവിയാതെയാണ് നിങ്ങൾ എഴുതേണ്ടത്. 3 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ഒരു അരപ്പുറമെങ്കിലും നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പൊ 3 മാർക്കിന്റെ ചോദ്യങ്ങൾ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. അതിന് അടുത്തത് 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ് അല്ലെ. 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 2 ചോദ്യമാണ് നിങ്ങൾക്ക്, 2 എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവൂ. ഇവിടെ വന്നിരിക്കുന്നത് 1857 റിവോൾട്ടിനെ കുറിച്ചിട്ടാണ്. ഇത് എടുക്കുന്ന സമയത്ത് എപ്പോഴും പറയാറുണ്ട് അല്ലെ, ഈ റിവോൾട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. എക്സ്പ്ലെയിൻ വിത്ത് ദ എക്സാമ്പിൾ ദ കോസ് ഓഫ് ഫെയിലിയർ ഓഫ് ദ റിവോൾട്ട് 1857. 5 മാർക്കിന്റെ ചോദ്യമാണ്. ഒരു പേജില് നിങ്ങൾ ഒരു ഭാഗം കംപ്ലീറ്റ് നിങ്ങൾ ഇതിന് ആൻസർ ആയിട്ട് എഴുതുക. അത്രയും ഒരു ക്വാണ്ടിറ്റിയിൽ എഴുതിയാലേ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടുള്ളൂ. അത്രയും പോയിന്റ്സ് നിങ്ങൾ 5 മാർക്കിന്റെ ചോദ്യത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇനി ഇതാ മാപ്പിലെ ക്വസ്റ്റ്യൻസ് ആണ്. മാപ്പിലെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് മാപ്പ് തരും. എന്നിട്ട് ജസ്റ്റ് ഇതാ മാപ്പ് തന്നിട്ട് ക്വസ്റ്റ്യൻസ് ഇതാ ഇതുപോലെയാണ് ഉണ്ടാവുക. മാർക്ക് ദ ഹാരപ്പൻ സിവിലൈസേഷൻ സൈറ്റ് ഓൺ ദ മാപ്പ്. അപ്പൊ ഹാരപ്പൻ സിവിലൈസേഷൻ സൈറ്റ് മാപ്പിൽ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നാമത് ഹാരപ്പ എവിടെയാണ് വരുന്നത്? അതുപോലെ തന്നെ രാഗി കാർഹി എവിടെയാണ് വരുന്നത്? ബനവലി എവിടെയാണ്? ധോളാവീര എവിടെയാണ്? ലോത്തൽ എവിടെയാണ്? ഇത് നിങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചോദ്യത്തിൽ പറയുന്നത് അല്ലെ. ഇനി അടുത്ത ഇതുപോലെ നിങ്ങൾക്ക് വിഷ്വലി ഇംപയർഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾ നോർമൽ സ്റ്റുഡൻസ് എടുക്കേണ്ടതില്ല. സോ 5 മാർക്കിന്റെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മാപ്പിൽ ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് ഹാരപ്പ എന്ന് എഴുതുക. കറക്റ്റ് ആയിട്ട് അടയാളപ്പെടുത്തുക. ഇവിടെ കറക്റ്റ് അടയാളപ്പെടുത്തുന്നതിന്റെ സൈനോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. സോ ഈ ഒരു മാപ്പ് ആ ഒരു ആൻസർ ഷീറ്റിന്റെ കൂടെ നിങ്ങൾ അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയാണ് മാപ്പിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ ഇത്രയുമാണ് ഹിസ്റ്ററി നമ്മളെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പ്രകാരം വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ എല്ലാവരും അടുത്തൊരു വീഡിയോ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങൾക്ക് അടുത്ത സബ്ജക്റ്റിന്റെ വീഡിയോ കൂടെ അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പൊ ഇതുപോലത്തെ NIOSന്റെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കിട്ടുന്നതിന് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. അതുപോലെ തന്നെ
വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് വഴി നമ്മൾ ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗ്രൂപ്പുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.